ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG തേർഡ് സെമിസ്റ്ററിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എന്നാണ് ഫോർത്ത് സെമിസ്റ്ററിൻ്റെ റിസൾട്ട് വരിക എന്നുള്ളത്. അപ്പോൾ തേർഡ് സെമിസ്റ്ററിൻ്റെ SD റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും തേർഡ് സെമിസ്റ്റർ SD റിസൾട്ട് വന്നതിന് ശേഷമാണ് ഫോർത്ത് സെമിസ്റ്ററിൻ്റെ റിസൾട്ട് വരുള്ളൂ. അപ്പോൾ തേർഡ് സെമിസ്റ്റർ SD റിസൾട്ട് ഒരു 1 വീക്കിനുള്ളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഫോർത്ത് സെമിസ്റ്ററിൻ്റെ വാല്യൂഷനൊക്കെ കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർച്ച് 20-25 ഇടയിലായിട്ട് ഫോർത്ത് സെമിസ്റ്ററിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് സെമിസ്റ്ററിൻ്റെ എക്സാം കഴിഞ്ഞു, ഇനി അതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളത്. ഫിഫ്ത്ത് സെമിസ്റ്ററിൻ്റെ വാല്യുവേഷന് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ മിക്കവാറും ഫിഫ്ത്തിൻ്റെ കഴിഞ്ഞ വർഷം വാല്യുവേഷന് ഫിഫ്ത്തും സിക്സ്ത്തും ഏകദേശം അടുപ്പിച്ചായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ആവും ഇപ്രാവശ്യം സിക്സ് സെമിസ്റ്റർ എക്സാം യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് മാർച്ച് 30 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഫിഫ്ത്തിൻ്റെയും സിക്സ്ത്തിൻ്റെയും ഏകദേശം ഒരുമിച്ചിട്ടാകും വാല്യുവേഷൻ ഉണ്ടാവുക എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടിൻ്റെയും വാല്യുവേഷനും റിസൾട്ടും ഒരുമിച്ചാകും. ഓക്കെ, അപ്പോൾ ഫോർത്ത് സെമിസ്റ്റർ റിസൾട്ട് നിങ്ങൾക്ക് ഈ അടുത്തായിട്ട് ഒരു വിത്തിൻ 2 വീക്സിൻ്റെ ഉള്ളിൽ റിസൾട്ട് പബ്ലിഷ് ആകും. വാല്യുവേഷനൊക്കെ കഴിഞ്ഞു. വാല്യുവേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, ഏകദേശം ഒരു മാസം ആവാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടാബുലേഷൻ വർക്കൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും റിസൾട്ട് ഒരു 2 വീക്സിൻ്റെ ഉള്ളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ ഞാൻ അതിന് റീപ്ലൈ തരാം. ഓക്കെ, താങ്ക് യു.